അനുകരണം അഭികാമ്യമല്ല. കാട്ടിലെ ഒരു വലിയ മരത്തിൽ ഒരു വലിയ പരുന്ത് താമസിച്ചിരുന്നു. അവൻ അവന്റേതായ ഒരു രീതിയിലാണ് വേട്ടയാടിയിരുന്നത്. അവൻ വേട്ടയാടാനായി വളരെ ഉയരത്തിൽ പറന്ന് താഴെ കാണുന്ന എലി, മുയൽ തുടങ്ങിയ തന്റെ ഇരകളെ ഓർക്കാപ്പുറത്ത് വന്ന് റാഞ്ചിക്കൊണ്ടു പോകും. പരുന്തിന്റെ ഈ വേട്ടയാടൽ ഒരു കാക്ക ശ്രദ്ധിക്കാനിടയായി. അവനതിൽ താൽപര്യം തോന്നി. ഒരു ദിവസം തന്റെ ആടുകളെയും കൊണ്ടൊരാട്ടിടയൻ കാട്ടിലെത്തി. ഉയരത്തിൽ പറന്നിരുന്ന പരുന്തിത് കണ്ടു. അവൻ അതിവേഗം താഴേക്ക് വന്ന് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഒരു ആട്ടിൻകുട്ടിയെ റാഞ്ചിയെടുത്ത് പറന്നുപോയി. ഇതെല്ലാം അതീവ താൽപര്യത്തോടെ കാക്ക കാണുന്നുണ്ടായിരുന്നു. അവന് പരുന്തിനെ അനുകരിക്കാൻ തോന്നി. കാക്ക ചിന്തിച്ചു, ഞാനും പരുന്തും പക്ഷികളാണ്. രണ്ടുപേർക്കും പറക്കാൻ ചിറകും ഇരയെ റാഞ്ചാൻ കാലുമുണ്ട്. അവൻ ചെയ്യുന്നതുപോലെ എനിക്കും എന്റെ ഇരയെ റാഞ്ചിയെടുക്കാൻ സാധിക്കും. അങ്ങനെ കാക്ക വളരെ ഉയരത്തിൽ പറന്നു. താഴെ കണ്ട എലിക്കുഞ്ഞിനെ പിടിക്കാനായി അവൻ അതിവേഗം താഴേക്ക് പറന്നു വന്നു. എന്നാൽ അവന് പരുന്തിനെ പോലെ ഇരയെ റാഞ്ചി ഉയർന്നു പൊങ്ങാനാവുമായിരുന്നില്ല. അതിവേഗത്തിൽ താഴേക്ക് പറന്ന് അവന്റെ തല തറയിലിടിച്ച് അവന്റെ കൊക്ക് പൊട്ടി തല തകർന്നു. അങ്ങനെ രക്തം വാർന്ന് അവൻ മരിച്ചു. ഈ കഥയിൽ നിന്നും കൂട്ടുകാർ ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ അനുകരിക്കുന്നത് നല്ല സ്വഭാവമല്ല. നാം ജീവിക്കുന്നത് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചായിരിക്കണം. അനുകരണം അഭികാമ്യമല്ല. കാട്ടിലെ ഒരു വലിയ മരത്തിൽ ഒരു വലിയ പരുന്ത് താമസിച്ചിരുന്നു. അവൻ അവന്റേതായ ഒരു രീതിയിലാണ് വേട്ടയാടിയിരുന്നത്. അവൻ വേട്ടയാടാനായി വളരെ ഉയരത്തിൽ പറന്ന് താഴെ കാണുന്ന എലി, മുയൽ തുടങ്ങിയ തന്റെ ഇരകളെ ഓർക്കാപ്പുറത്ത് വന്ന് റാഞ്ചിക്കൊണ്ടു പോകും. പരുന്തിന്റെ ഈ വേട്ടയാടൽ ഒരു കാക്ക ശ്രദ്ധിക്കാനിടയായി. അവനതിൽ താൽപര്യം തോന്നി. ഒരു ദിവസം തന്റെ ആടുകളെയും കൊണ്ടൊരാട്ടിടയൻ കാട്ടിലെത്തി. ഉയരത്തിൽ പറന്നിരുന്ന പരുന്തിത് കണ്ടു. അവൻ അതിവേഗം താഴേക്ക് വന്ന് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഒരു ആട്ടിൻകുട്ടിയെ റാഞ്ചിയെടുത്ത് പറന്നുപോയി. ഇതെല്ലാം അതീവ താൽപര്യത്തോടെ കാക്ക കാണുന്നുണ്ടായിരുന്നു. അവന് പരുന്തിനെ അനുകരിക്കാൻ തോന്നി. കാക്ക ചിന്തിച്ചു, ഞാനും പരുന്തും പക്ഷികളാണ്. രണ്ടുപേർക്കും പറക്കാൻ ചിറകും ഇരയെ റാഞ്ചാൻ കാലുമുണ്ട്. അവൻ ചെയ്യുന്നതുപോലെ എനിക്കും എന്റെ ഇരയെ റാഞ്ചിയെടുക്കാൻ സാധിക്കും. അങ്ങനെ കാക്ക വളരെ ഉയരത്തിൽ പറന്നു. താഴെ കണ്ട എലിക്കുഞ്ഞിനെ പിടിക്കാനായി അവൻ അതിവേഗം താഴേക്ക് പറന്നു വന്നു. എന്നാൽ അവന് പരുന്തിനെ പോലെ ഇരയെ റാഞ്ചി ഉയർന്നു പൊങ്ങാനാവുമായിരുന്നില്ല. അതിവേഗത്തിൽ താഴേക്ക് പറന്ന് അവന്റെ തല തറയിലിടിച്ച് അവന്റെ കൊക്ക് പൊട്ടി തല തകർന്നു. അങ്ങനെ രക്തം വാർന്ന് അവൻ മരിച്ചു. ഈ കഥയിൽ നിന്നും കൂട്ടുകാർ ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ അനുകരിക്കുന്നത് നല്ല സ്വഭാവമല്ല. നാം ജീവിക്കുന്നത് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചായിരിക്കണം. അനുകരണം അഭികാമ്യമല്ല. കാട്ടിലെ ഒരു വലിയ മരത്തിൽ ഒരു വലിയ പരുന്ത് താമസിച്ചിരുന്നു. അവൻ അവന്റേതായ ഒരു രീതിയിലാണ് വേട്ടയാടിയിരുന്നത്. അവൻ വേട്ടയാടാനായി വളരെ ഉയരത്തിൽ പറന്ന് താഴെ കാണുന്ന എലി, മുയൽ തുടങ്ങിയ തന്റെ ഇരകളെ ഓർക്കാപ്പുറത്ത് വന്ന് റാഞ്ചിക്കൊണ്ടു പോകും. പരുന്തിന്റെ ഈ വേട്ടയാടൽ ഒരു കാക്ക ശ്രദ്ധിക്കാനിടയായി. അവനതിൽ താൽപര്യം തോന്നി. ഒരു ദിവസം തന്റെ ആടുകളെയും കൊണ്ടൊരാട്ടിടയൻ കാട്ടിലെത്തി. ഉയരത്തിൽ പറന്നിരുന്ന പരുന്തിത് കണ്ടു. അവൻ അതിവേഗം താഴേക്ക് വന്ന് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഒരു ആട്ടിൻകുട്ടിയെ റാഞ്ചിയെടുത്ത് പറന്നുപോയി. ഇതെല്ലാം അതീവ താൽപര്യത്തോടെ കാക്ക കാണുന്നുണ്ടായിരുന്നു. അവന് പരുന്തിനെ അനുകരിക്കാൻ തോന്നി. കാക്ക ചിന്തിച്ചു, ഞാനും പരുന്തും പക്ഷികളാണ്. രണ്ടുപേർക്കും പറക്കാൻ ചിറകും ഇരയെ റാഞ്ചാൻ കാലുമുണ്ട്. അവൻ ചെയ്യുന്നതുപോലെ എനിക്കും എന്റെ ഇരയെ റാഞ്ചിയെടുക്കാൻ സാധിക്കും. അങ്ങനെ കാക്ക വളരെ ഉയരത്തിൽ പറന്നു. താഴെ കണ്ട എലിക്കുഞ്ഞിനെ പിടിക്കാനായി അവൻ അതിവേഗം താഴേക്ക് പറന്നു വന്നു. എന്നാൽ അവന് പരുന്തിനെ പോലെ ഇരയെ റാഞ്ചി ഉയർന്നു പൊങ്ങാനാവുമായിരുന്നില്ല. അതിവേഗത്തിൽ താഴേക്ക് പറന്ന് അവന്റെ തല തറയിലിടിച്ച് അവന്റെ കൊക്ക് പൊട്ടി തല തകർന്നു. അങ്ങനെ രക്തം വാർന്ന് അവൻ മരിച്ചു. ഈ കഥയിൽ നിന്നും കൂട്ടുകാർ ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ അനുകരിക്കുന്നത് നല്ല സ്വഭാവമല്ല. നാം ജീവിക്കുന്നത് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചായിരിക്കണം. അനുകരണം അഭികാമ്യമല്ല. കാട്ടിലെ ഒരു വലിയ മരത്തിൽ ഒരു വലിയ പരുന്ത് താമസിച്ചിരുന്നു.
അവൻ അവന്റേതായ ഒരു രീതിയിലാണ് വേട്ടയാടിയിരുന്നത്. അവൻ വേട്ടയാടാനായി വളരെ ഉയരത്തിൽ പറന്ന് താഴെ കാണുന്ന എലി, മുയൽ തുടങ്ങിയ തന്റെ ഇരകളെ ഓർക്കാപ്പുറത്ത് വന്ന് റാഞ്ചിക്കൊണ്ടു പോകും. പരുന്തിന്റെ ഈ വേട്ടയാടൽ ഒരു കാക്ക ശ്രദ്ധിക്കാനിടയായി. അവൻ അതിൽ താല്പര്യം തോന്നി. ഒരു ദിവസം തന്റെ ആടുകളെയും കൊണ്ടൊരാട്ടിടയൻ കാട്ടിലെത്തി. ഉയരത്തിൽ പറന്നിരുന്ന പരുന്തിത് കണ്ടു. അവൻ അതിവേഗം താഴേക്ക് വന്ന് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഒരു ആട്ടിൻകുട്ടിയെ റാഞ്ചിയെടുത്ത് പറന്നുപോയി. ഇതെല്ലാം അതീവ താല്പര്യത്തോടെ കാക്ക കാണുന്നുണ്ടായിരുന്നു. അവന് പരുന്തിനെ അനുകരിക്കാൻ തോന്നി. കാക്ക ചിന്തിച്ചു, ഞാനും പരുന്തും പക്ഷികളാണ്. രണ്ടുപേർക്കും പറക്കാൻ ചിറകും ഇരയെ റാഞ്ചാൻ കാലുമുണ്ട്. അവൻ ചെയ്യുന്നതുപോലെ എനിക്കും എന്റെ ഇരയെ റാഞ്ചിയെടുക്കാൻ സാധിക്കും. അങ്ങനെ കാക്ക വളരെ ഉയരത്തിൽ പറന്നു. താഴെ കണ്ട എലിക്കുഞ്ഞിനെ പിടിക്കാനായി അവൻ അതിവേഗം താഴേക്ക് പറന്നു വന്നു. എന്നാൽ അവന് പരുന്തിനെ പോലെ ഇരയെ റാഞ്ചി ഉയർന്നു പൊങ്ങാനാവുമായിരുന്നില്ല. അതിവേഗത്തിൽ താഴേക്ക് പറന്ന് അവന്റെ തല തറയിലിടിച്ച് അവന്റെ കൊക്ക് പൊട്ടി തല തകർന്നു. അങ്ങനെ രക്തം വാർന്ന് അവൻ മരിച്ചു. ഈ കഥയിൽ നിന്നും കൂട്ടുകാർ ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ അനുകരിക്കുന്നത് നല്ല സ്വഭാവമല്ല. നാം ജീവിക്കുന്നത് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചായിരിക്കും.